ഈശ്വരസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 14-ാം വാക്യം. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്നായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഒരുവനെയും ഉപേക്ഷിക്കാതെ എല്ലാവരെയും കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയതിനെ തേടിയിറങ്ങുന്ന ഒരു ദൈവം, 99-നെയും ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ടു പോയ ഒന്നിന്റെ പിന്നാലെ നടക്കുന്ന ഒരു ദൈവത്തെ വിശുദ്ധ ഗ്രന്ഥത്തില് നമ്മൾ കാണുന്നുണ്ടല്ലേ. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് എപ്പോഴും പ്രത്യാശ നൽകുന്ന ഒരു വചനമായിരുന്നു. പലപ്പോഴും പാപത്തിന് അടിമപ്പെട്ടു പോകുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്: എന്നെ എൻ്റെ ദൈവം സ്നേഹിക്കുമോ? മറ്റുള്ളവരൊക്കെ എന്നെ കുറ്റം പറഞ്ഞില്ലേ? മറ്റുള്ളവരൊക്കെ എന്നെ തള്ളി പറഞ്ഞില്ലേ? ഞാൻ പാപം ചെയ്തു പോയില്ലേ? സ്നേഹമുള്ളവരെ, ആ നിരാശയിൽ ജീവിക്കേണ്ട വ്യക്തിയല്ല നീ. മറിച്ച് നീ തിരിച്ചു നടക്കേ. നിന്റെ ജീവിതത്തില് വന്നുപോയ പാപങ്ങളെ കുറിച്ച് മനസ്തപിക്കാനായിട്ട് നീ തയ്യാറായാല്, പാപത്തിൽ നിന്ന് അകന്നു ജീവിക്കാനായിട്ട് നീ തയ്യാറായാല്, ഉറപ്പായിട്ടും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നീ തിരിച്ചു നടന്നാൽ നിന്നെ ഉൾക്കൊള്ളുന്ന, നിന്നെ സ്വീകരിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, നിന്നെ തോളിലേറ്റി നടക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നിനക്ക് സാധിക്കണം. ഒരുപക്ഷെ നമുക്കൊക്കെ ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പാപത്തിന് അടിമപ്പെട്ടുകൊണ്ട് നിരാശയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. സ്നേഹമുള്ളവരെ, നമ്മളെ അത്രയേറെ നമ്മുടെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. തന്റെ മകനെ നൽകുവാൻ തക്ക വിധം അവന്റെ അവസാന തുള്ളി രക്തം ചിന്തി നമ്മെ രക്ഷിച്ചവനാ ദൈവം. കാരണം അത്രയേറെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. കാൽവരിയുടെ വിരമാറില് തന്റെ കരങ്ങൾ പരമാവധി നീട്ടി അവസാന തുള്ളി രക്തം ചിന്തിയിട്ട് എൻ്റെ ഈശോ എന്നോട് പറയുന്നുണ്ട്: മോനെ, ഞാൻ നിന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. നിന്നെ ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. സ്നേഹമുള്ളവരെ, അത്ര സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ഇന്നോളം വന്നുപോയ എല്ലാ പാപങ്ങളും ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് ഏറ്റുപറയുവാനായിട്ട്, നല്ല മനസ്താപത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവാനായിട്ട്, ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിച്ച് ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് എപ്പോഴും സന്തോഷത്തിൽ വ്യാപരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.